വൈകുന്നേരം ഇന്ന് ഇലയട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വാഴയിലൊക്കെ മുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല മഴ പെയ്യാൻ പോകുന്നുണ്ട് പുറത്ത്. പിന്നെ അതല്ല, അടപ്പിൽ നല്ല കനലുണ്ടായിരുന്നു. മഴ പെയ്യുന്ന കാരണം നമ്മൾ വേഗം അടപ്പത്ത് വേഗം തീ കൂട്ടിയിട്ടുണ്ടായിരുന്നു. പുറത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ കഞ്ഞിയും അതുപോലെ തന്നെ ചോറും കുടിവെള്ളമൊക്കെ വെക്കുന്നത്. പിന്നെ നമ്മൾ തീ കൂട്ടിക്കഴിയുമ്പോൾ അപ്പം തന്നെ മഴ പെയ്യും. അരി ജസ്റ്റ് ഒന്ന് തിളച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോഴേക്കും മഴ പെയ്ത് കനലൊക്കെ പോകട്ടോ. അടപ്പിൽ വേഗം വെള്ളം നിറയലുണ്ട്. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ തീ കൂട്ടലുണ്ട്. അല്ലെങ്കിൽ ഒരു 6:30 ഒക്കെ ആവും നമ്മൾ തീ കൂട്ടിയൊക്കെ ഇടുമ്പോൾ കേട്ടോ. അപ്പോൾ ഇന്ന് അത് കാരണം വേഗം തീ കൂട്ടിയത് കാരണം അടപ്പിൽ നല്ല കനലുണ്ട്. അപ്പോൾ ഏതായാലും അടപ്പത്ത് കൊണ്ടുവച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ശർക്കര നീര് കുറച്ച് ഉരുകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നാളികേരവും ചെരുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ശർക്കര നീര് ഒരു പാനിയാക്കിയതിന് ശേഷം നമ്മളൊരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലോട്ട് ഒഴിച്ച് നമ്മുടെ നാളികേരം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ കുറച്ച് കൂട്ടിയിട്ടിട്ട് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഈ ചാറൊന്നും പാടില്ല. അതൊക്കെ ഒന്ന് വറ്റി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യും. അപ്പോഴേക്കും കുറച്ച് അരിപ്പൊടി എടുത്ത് ലേശം ഉപ്പൊക്കെ ഇട്ട് നമ്മുടെ ചൂടുവെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് കുഴച്ച് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ആവശ്യത്തിന് വെള്ളം പോരായിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് തെളിച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു പരുവത്തിലേക്ക്, മാവിൻ്റെ ആ ഒരു പരുവത്തിലേക്ക് നമുക്ക് ആക്കാം. അതിന് ശേഷം തേയിലൊക്കെ വൃത്തിയായി കഴുകിയെടുത്ത് നമുക്കിതുപോലെ പരത്തി കൊടുക്കാം കേട്ടോ. അമ്മേരി ഈ ഒരു അട നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റ് ആയിട്ടുള്ളൊരു അടയാണ് നമ്മുടെ ഇത്. അപ്പോൾ നല്ലപോലെ ഒന്ന് കനം കുറച്ച് വേണം നമ്മൾ പരത്താനായിട്ട്. കട്ടി കൂടുമ്പോൾ അടയുടെ ടേസ്റ്റും കുറയും. അപ്പോൾ നല്ലപോലെ കനം കുറച്ച് നല്ലപോലെ പരത്തി എടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ശർക്കര ഒരു മിക്സ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ 2-3 എണ്ണം ഉണ്ടാക്കിയിട്ട് ഏതായാലും അടപ്പത്തേക്ക് കൊണ്ടുവയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എപ്പോഴും പുറത്തേക്ക് ഇറങ്ങണ്ടല്ലോ. പുറത്താണ് നമ്മുടെ അടപ്പ് കൂട്ടിയിരിക്കുന്നത്. വീട്ടിലിപ്പോൾ കുറേ വിറകുകളുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും മഴയൊക്കെ ആകുമ്പോൾ അതൊന്ന് കത്തിച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മെയിനായിട്ട് നമ്മൾ അടപ്പത്ത് തന്നെയാണ് മീൻകറിയും അതുപോലെ തന്നെ എല്ലാം വെക്കുന്നത്. ഇപ്പോൾ കുടിവെള്ളമായാലും ചോറായാലും കഞ്ഞിയായാലും ഒക്കെ നമ്മുടെ അടപ്പത്ത് തന്നെയാണ് വെക്കുന്നത്. മാക്സിമം വിറകൊന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ പറമ്പിൽ ഇതുപോലെ കാട് വന്ന് കിടക്കും. അപ്പോൾ അത് കാരണം അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നമ്മുടെ ശർക്കര ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരു സ്പൂണൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ പിന്നെ വെന്ത് കഴിയുമ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തേക്കും അത് സെറ്റായിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ അട മടക്കാം. അതിനുശേഷം വീണ്ടും 1-2 എണ്ണം കൂടി ഉണ്ടാക്കി വെച്ചിട്ട് ഏതായാലും പുറത്തേക്ക് കൊണ്ടുപോകാമെന്ന് വെച്ചിട്ടാട്ടോ. നല്ല ചൂടാണ് കേട്ടോ. അങ്ങനെ അമ്മരെ കൈ വരെ പൊള്ളാൻ പോയി. അങ്ങനെ ഇതൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ അട വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഞങ്ങൾ അട എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബാക്കി ഒരു 3-4 എണ്ണം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഏതായാലും അടപ്പത്ത് വെച്ചിട്ട് പോരാം. അപ്പോഴേക്കും ഞങ്ങളിത് ഏതായാലും കൊണ്ടുപോയി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും 50 ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഏതായാലും ചൂടാറാൻ വേണ്ടി ടേബിളിലൊക്കെ കൊണ്ടുവച്ച് നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ കനലിൽ തന്നെ ഇരുന്ന് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമ്മളധികം കത്തിക്കാനായിട്ട് നിന്നില്ല. നല്ല കനലാണ് അടിയിൽ കിടക്കുന്നത്. അപ്പോൾ ഏതായാലും അതിലിരുന്ന് നല്ലപോലെ ഒന്ന് റെഡി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഏതായാലും അടച്ചൊക്കെ വെച്ച് ഇങ്ങോട്ട് പോന്നു. പിന്നെ ചായയൊക്കെ തിളപ്പിച്ച് ഏതായാലും ചായയൊക്കെ തിളപ്പിച്ചെടുത്തു കേട്ടോ. അതിന് ശേഷം അട കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ഞങ്ങൾ ഒരു അടയാണ് കഴിച്ചത്. ഞങ്ങൾ 2 പേരും കൂടി ഇരുന്ന് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല ചൂടുണ്ടായത് കാരണം കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടി. പിന്നെ ഫാനൊക്കെ ഇട്ട് വേഗം ചൂടാറ്റി. അപ്പോഴേക്കും അടുത്ത അട റെഡിയാവും വരെ ഞങ്ങളിത് കഴിച്ചവിടെ ഇരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം TV ഒക്കെ കണ്ടിരുന്നപ്പോഴേക്കും ആ അടയും പെട്ടെന്ന് റെഡിയാക്കി നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ഈ വെള്ളത്തിൽ കുറച്ച് കറുകലയും കൂടി ഇട്ട് കൊടുക്കും. അതിൻ്റെ ആ ഒരു ഫ്ലേവറും മണമൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇഡ്ഡലിച്ചമ്പിൽ വെള്ളം വെക്കുമ്പോൾ തന്നെ നമ്മൾ ഈ കറുകലയുടെ ഇല കുറച്ചധികം ഇട്ട് കൊടുക്കും. ഒരു 10 ഇലയെങ്കിലും ഇട്ട് കൊടുക്കും മിനിമം. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു സ്മെല്ലും കൂടെ കിട്ടും. പിന്നെ കറുകലയുടെ ഇലയിലും നമ്മളിതുപോലെ അട ഉണ്ടാക്കും കേട്ടോ. അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. എങ്കിലും കൂടുതൽ എനിക്കിഷ്ടം ഇതുപോലത്തെ അടയാണ് കേട്ടോ. അപ്പോൾ ബാക്കിയും കൂടെ അമ്മ കൊണ്ടുവരുന്ന വരെ ഞങ്ങൾ ഏതായാലും ഇത് കഴിച്ചവിടെ ഇരുന്നു. അപ്പോൾ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഇതുപോലത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ച് നോക്കാട്ടെ എല്ലാവരും. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ താഴെ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യാം.